ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാറേ, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ തമാശകൾ പോലെ എടാ നീ എന്ത് തടിയാനടാ, എന്നിട്ട് തടി കുറച്ച് വിടണ പൊണ്ണത്തടിയാ, അങ്ങനെയൊക്കെ അങ്ങനെ പറയാം. അപ്പം ഈ ചില കുട്ടികൾക്ക് അത് അപ്പം തന്നെ പറയാം മേലാൽ ഇനി ഇങ്ങനെ പറയാം. അപ്പം അവൻ്റെ ഒരു പ്രകൃതം ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയതുകൊണ്ട് ഇവർ പറയില്ല. പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. കുട്ടികളാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളെ കൊളീഗ്സ് ആണ് അങ്ങനെയാണെങ്കിൽ അവർ ചിലത് പറയില്ല, ഇങ്ങനെ ഒരു ചിരിച്ചുകൊണ്ട് ഉള്ളിൽ വെക്കുന്ന ടൈപ്പ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പം ഇപ്പം അടുത്ത് തന്നെ ഞാൻ കേട്ടൊരു എൻ്റെ അടുത്തുള്ള ഒരു കസിൻ പറഞ്ഞതാണ് എന്നോട്, ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി അവൻ എന്നിട്ട് അവസാനം ദേഷ്യം വന്നിട്ട് അവൻ ഷൂട്ട് ചെയ്തിട്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന് മരിച്ചില്ല. കാരണം ഇതിങ്ങനെ എപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ പറഞ്ഞത് കേട്ട് അപ്പൊ ഇവൻ എപ്പോഴും പറയത്രേടാ ഇങ്ങനെ പറയല്ലേ എന്ന് പറയും. പക്ഷെ ഇവർ വീണ്ടും ഒരു തമാശ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ദേഷ്യം പിടിച്ചിട്ട് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഇവരെല്ലാവരും ആകെ ഞെട്ടിപ്പോയത്. ഇങ്ങനെ ഇത്രയും വിഷമം ഇവന്റെ ഉള്ളിൽ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥനെ ഒന്ന് പറയാമോ സാർ? എങ്ങനെ? അതെ, ഇത് പല വ്യക്തിത്വങ്ങളും പല രീതിയിലാണ് ഒരു കാര്യത്തിനെ എടുക്കുന്നത്. അപ്പൊ ഇതൊരു കളിയാക്കെല്ലാം തുടങ്ങിയിട്ട് അവസാനം ഒരു സീരിയസ് അവസ്ഥയിൽ എത്തുക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പൊ ഞാന് ഒരു കാര്യത്തിനെ ഇപ്പൊ ഞാൻ രശ്മിയെ കളിയാക്കുമ്പോ അത് ആ കളിയാക്കുന്ന രീതിയിൽ രശ്മി എടുക്കുന്നുണ്ട്, തമാശ എന്നോണം എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് കൂടി സാധിക്കണം. അതല്ലാതെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് വീണ്ടും നോവിക്കുമ്പോൾ വീണ്ടും അത് പല പ്രശ്നങ്ങളിലേക്ക് എത്തും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ പലപ്പോഴും നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം നിക്നെയിം ഇടലുണ്ട്. നിക്നെയിം ഇടുക. അപ്പൊ ഈ നിക്നെയിം ഇടുന്നത് എന്തിനാണ്? ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒന്ന് തരം താഴ്ത്താൻ അല്ലെങ്കിൽ ഒന്ന് താഴ്ത്തിക്കെട്ടാനും, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിങ്ങൾ ഉയർന്നു വരുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ പൊന്തി വരുന്ന ആളാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒതുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഷെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഷെയിം ഉണ്ടാക്കുമ്പോൾ അത് പക്ഷെ നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം അവസാനിപ്പിക്കണത്, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില വ്യക്തികൾക്ക് അത് പ്രശ്നമല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാം, പലപ്പോഴും നമ്മളിപ്പോ മുടീനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും ആദ്യം പറയേണ്ടത്. അപ്പൊ അതിപ്പോ എനിക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ഇപ്പോ 19 വയസ്സിനിടയിൽ എനിക്ക് തോന്നുന്ന ഒരു 40 വയസ്സിന് ശേഷം മുടിയൊക്കെ കുറെ കൊഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ആ സമയത്തൊക്കെ ഉള്ളത് ഞാൻ ഒരിക്കൽ പോലും അതിനെ പറ്റിയൊരു ബുദ്ധിമുട്ടായിട്ടോ പ്രയാസമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നാച്ചുറൽ സ്റ്റൈൽ ആസ് യുവർ ഇൻഡിവിജ്വൽ സ്റ്റൈലിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ എല്ലാവരും ആ സെറ്റപ്പിലായിക്കോണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, മുമ്പത്തെ പോലെ അല്ല ഇപ്പൊ ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ കുറച്ച് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ കോസ്മെറ്റിക്. പക്ഷെ നമ്മൾ ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെടുകയാണ്. ഞാനാണെന്ന് പറയാൻ വേണ്ടി വേറെ ഫോട്ടോ ഞാൻ കൊണ്ടെടുക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ പ്രയാസങ്ങളും അതിന്റെ മെയിൻ്റെനൻസും പ്രശ്നങ്ങളും ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ രണ്ടും പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫീൽഡും ഇതിട്ട് താരതമ്യപ്പെടുകയും എന്നോട് ബന്ധപ്പെട്ട ആളുകളും ഒക്കെ അതിനെ കണ്ടുകൊണ്ടല്ല എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ റിയലൈസ് ചെയ്യുകയും ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് എനിക്കത് പ്രയാസമായി തോന്നുന്നില്ല. അത് തമാശ ആയിക്കൊണ്ടെടുക്കും. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ സ്വയം പത്തി താഴ്ത്തി പിന്നോട്ട് പോകാന്നല്ലാതെ ഒരിക്കലും അത് വെച്ചിട്ട് എന്നെ ഇടിച്ചു കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് വല്ല പ്രാധാന്യം നമ്മളെടുത്ത് കൊടുക്കില്ല. അതേസമയം എനിക്കത് ഭയങ്കര ഷോക്കാക്കുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ അതെന്നെ പറഞ്ഞുകൊണ്ട് കളിയാക്കി ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ അത്തരം ആളുകളിലാണ് ഇത്തരം നിങ്ങൾ പറഞ്ഞ ശത്രുതകളൊക്കെ വന്നിട്ട് ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ വരിക. അപ്പൊ അത് റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരാളെ നമ്മൾ കളിയാക്കുന്നത് ആ ഒരു തമാശ എന്നോണം ആവണം. അതിലുപരി അയാളെ ഒരു പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേഗം നിർത്തിക്കോളാം നമ്മള്. അത് കഴിയാതെ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എല്ലാ മേഖലയിലും ഇത്തരം ക്രിട്ടിസൈസിങ്ങും പ്രശ്നങ്ങളും കളിയാക്കലും ഇതൊക്കെ ഉണ്ട്. അതിപ്പോ പല അവിടെ നിറ വ്യത്യാസമാണെങ്കിലും ഹൈറ്റ് വ്യത്യാസമാണെങ്കിലും ഭംഗി ഇതൊക്കെ വെച്ചിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ചില വ്യക്തിത്വങ്ങൾ അത് തള്ളിക്കളയുകയും ചെയ്യും. അതൊന്നൊരു വിഷയമല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ആളുകളോടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് വിഷമമാണ്. അപ്പൊ ഇത്തരം ഇൻസിഡൻസിലേക്ക് എത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളും അടിപിടിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് എത്തിക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ ഈഗോ ക്ലാഷ് ചെയ്യുകയും പുതിയ പ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്യും. അത് എത്തിക്കാതിരിക്കാൻ നോക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം എല്ലാവർക്കും ദൈവം ഒന്നല്ലെങ്കിൽ ഒരു തരത്തില് ഒരു തരത്തിൽ ഒരു ഡിഫക്ട്സ് തന്നിട്ടുണ്ടെങ്കിൽ വേറെ തരത്തിൽ കുറെ പോസിറ്റീവ് ഉണ്ടെന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് വേറെ തരത്തിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള കുറെ ഭംഗി ഉണ്ടെങ്കിലും വേറെ തരത്തിൽ കുറെ ഇന്റേണൽ ആയിട്ട് ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കിട്ടിയതിന് നമ്മൾ നന്ദി പറയുകയും അനുഗ്രഹം പറയുകയും ഉള്ള സമയത്ത് ആ ഷോർട്ട് ലൈഫ് ഈസ് വെരി ഷോർട്ട്. ആ ഷോർട്ട് ആയിട്ടുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും
ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഈ പ്രശ്നം പറഞ്ഞിട്ട് തല്ലുകൂടാതെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ തന്നെ കുറെ ഫിസിക്കൽ കംപ്ലൈൻറ്റ്സ് വരെ നമുക്ക് മുക്തി നേടി നല്ല രീതിയിൽ സന്തോഷകരമായി ജീവിക്കാൻ പറ്റും. നമ്മളോട് ഇപ്പൊ ഇങ്ങനെ ഒരു തമാശ രൂപയുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സൗന്ദര്യത്തെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പം ചിലപ്പം പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇപ്പൊ സാറ് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ ഒന്നും എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരു ദിവസം അതെല്ലാം പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്രത്തോളം നമ്മളെ വാക്കുകൊണ്ടും സാമീപ്യം കൊണ്ടൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുമോ അല്ലെ, അത് ചെയ്യാന്നുള്ളതാണ്. ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ നമ്മൾ തന്നെ റീസെന്റ് ആയിട്ട് പലപ്പോഴും പത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ കാണാനാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ആക്ട്രസും ആക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകൾ റൂമിൽ ആത്മഹത്യ ചെയ്തു. അതെ 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 അതെ. അപ്പൊ അവരെ ഭംഗിക്കോ മറ്റിനോ ഒരു കുഴപ്പമില്ല, അവര് വെരി യങ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രമല്ല, അവർക്ക് മനസ്സിന് എന്തോ ഒരു വിഷമം തട്ടിയപ്പോ അതിനെ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ചെയ്തത്. നമ്മളെ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ അവർക്ക് അവരെ ഫിസിക്കൽ ഭംഗി ഉപയോഗിച്ചിട്ട് എന്തും ഭംഗി നടത്തിക്കൂടെ? അതിൽ പോവാതെ അവർക്ക് ലൈഫിന് മുന്നോട്ട് പോകൂല എന്നുള്ളൊരു കാൽക്കുലേഷൻ എത്തുകയും അവിടെ അവസാനിപ്പിക്കും. അപ്പൊ മനസ്സിന്റെ സന്തോഷത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ സൗഹൃദ ബന്ധങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ആ ഷോർട്ട് ആയിട്ടുള്ള ലൈഫ് പീരീഡ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാം. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരുടെ മനസ്സിലേക്ക് പോസിറ്റീവ് നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും സാധിക്കട്ടെ. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.